നമ്മൾ ഒരു വചനത്തെ മുമ്പ് നമ്മൾ കൂടുതൽ പ്രാവശ്യം കേട്ടു. 1 കൊരിന്ത്യസ് 1-ാം അധ്യായത്തിൽ 30-ാമത്തെ വചനം. 1 കൊരിന്ത്യസ് 1-ാം അധ്യായം 30-ാമത്തെ വചനത്തിൽ യേശുക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ തന്നെ. ദൈവം അവനെ നമുക്കായി ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കും. ഇപ്പോഴും നമ്മൾ യേശുക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടത്തെ കുറിച്ചാണ് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? യേശുക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ യോഹന്നാൻ 14, 12, 13, 14 വചനങ്ങളിൽ പരപ്രാവശ്യം അകറ്റി ഉറപ്പിക്കേണ്ട, ഒരുപാട് പ്രാർത്ഥിച്ച് ശക്തീകരിക്കേണ്ടതാണ്. എന്താ ദൈവം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു? ഒരു വ്യക്തിപരമായ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ പോലെ തന്നെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച നമ്മളിൽ നിന്ന് ദൈവം ചെയ്ത പ്രവൃത്തികൾ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Nothing less than that. വാസ്തവത്തിൽ ഞാൻ ഒരു കാലഘട്ടത്തിൽ വളരെ വലിയ എഞ്ചിനീയറിംഗ് ജോലികൾ, ആർക്കും ചെയ്യാൻ പറ്റാത്ത ജോലികൾ ചെയ്യുമ്പോഴെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ദൈവത്തെ വിളിച്ചുകൊണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കത് ചെയ്യും. ഇവിടെ നമ്മൾ എറണാകുളത്ത് ഇവിടെ അടുത്ത് FACTയുടെ കാർബണാക്ടം പ്ലാന്റ് കൺസ്ട്രക്ഷൻ നടത്തുന്ന സമയത്ത് ഇന്നിപ്പോൾ അവിടെ വലിയ വലിയ ഒരുപാട് ചിമ്മിനികളുണ്ട്. ആ കാർബണാക്ടം പ്ലാന്റിലെ ഏറ്റവും വലിയ ചിമ്മിനി വളരെ പ്രത്യേകതരം ചിമ്മിനിയാണ്. അതിൻ്റെ മുകളിൽ ചിമ്മിനിയേക്കാൾ കൂടുതൽ അതിൻ്റെ മുകളിൽ ഒരു ഫ്ലെയർ ഗ്യാസ്, അതിൻ്റെ മുകളിൽ ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഈ വേസ്റ്റ് ഗ്യാസ് മുഴുവൻ കത്തിക്കുന്ന ഒരു ഫർണസാണ് അതിൻ്റെ മുകളിൽ. ആ ഫർണസ് തന്നെ ഒരു 4 ടൺ ഭാരമുണ്ട്, 4000 കിലോ ഭാരമുണ്ട്. അതിൻ്റെ താഴെ 72 മീറ്റർ ഉയരമുള്ള ഇത് പണിയാൻ ഞങ്ങളും ടീമും ബോംബെയിൽ നിന്നിവിടെ വന്നു. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നൊരു പ്രത്യേക കഴിവായിരുന്നു ഈ വളരെ ഉയരത്തിലുള്ള ചിമ്മിനികളെല്ലാം പണിയാനും. അപ്പോൾ ഞാൻ അതിന് വളരെയധികം കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ട് ഞാനൊരു സൂത്രം കണ്ടുപിടിച്ചത് ഇതിനെ ഒരു വളരെ നീളത്തിലെല്ലാം താഴെ തന്നെ അസംബിൾ ചെയ്തിട്ട് ഒന്നിച്ചിതിനെ പൊക്കി നിർത്താനാണ്. ഇത് കാണുന്ന, അത് ചിന്തിക്കാൻ പോലും അവർക്ക് സാധിക്കില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു തിങ്ക്. അപ്പൊ അവസാനമായപ്പോൾ ഇതിങ്ങനെ പണിത് ഇങ്ങനെ പോകാൻ നീളത്തിൽ ഇങ്ങനെ കിടക്കുക.
വളരെ വലിയ അവസ്ഥ. അപ്പൊ എല്ലാവരും ഇതെങ്ങനെ പൊക്കി വയ്ക്കുന്നു വിചാരിക്കും. ഞാനാണെങ്കിൽ വളരെ പൊക്കം കൊടുത്തൊരു മനുഷ്യൻ. പിന്നെ ഇവർക്ക് സംശയം, ഇവരെ കൊണ്ട് പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനു വേണ്ടി അവർ വേറെ ചില എഞ്ചിനീയർമാരോടെല്ലാം കൺസൾട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൺസൾട്ട് ചെയ്തിരിക്കുമ്പോൾ ഒരു ജപ്പാനി എന്ന് പറഞ്ഞൊരു സായിപ്പ്, നമ്മളിപ്പോൾ അവരെ കുറ്റം പാടില്ല, എന്നാലും പുള്ളി എപ്പോഴും വെള്ളമടിച്ചിട്ട് നടക്കണം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അവൻ ജപ്പാൻകാരനാണ്, അവന് കൂടുതൽ ബുദ്ധിയുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കൂട്ട്. ജപ്പാൻകാരൻ ഇതേമാതിരി നമ്മുടെ അടുത്തൊന്നും കമ്പ്യൂട്ടറേ ഇല്ല എന്നുണ്ട്. അവൻ കമ്പ്യൂട്ടറിലൊക്കെ അടിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇത് ഇമ്പോസിബിൾ, ഇത് പോകില്ല. അതോടുകൂടി നമ്മുടെ ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് എല്ലാവരും എൻ്റെ ചുറ്റും ഈ കടുന്നൽ കൂടുന്നമായി കൂടി ഇനി 2-3 ദിവസം ഇത് പൊക്കാൻ വേണ്ടി അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞാൻ ചെയ്തിരിക്കുന്നു. എന്നെ സംബന്ധിച്ചത് വളരെ ക്ലിയറാണ്, ഇത് സാധ്യമാണെന്നും ഇത് ചെയ്യുമില്ല. പക്ഷേ ഈ പറയുന്ന ഐഡിയ ഇവർക്ക് ആർക്കും മനസ്സിലാവില്ല. പറഞ്ഞു എന്ത് ചെയ്യും? ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കേണ്ടത് ഇവരുടെ മനസ്സിൽ. അവസാനം എല്ലാ എഞ്ചിനീയേഴ്സും, ചീഫ് എഞ്ചിനീയേഴ്സും, ഡയറക്ടേഴ്സും, ജനറൽ മാനേജർ എല്ലാം ഇന്ന് എന്നെയൊക്കെ തൊലി പൊളിക്കുകയാണ്. അതെങ്ങനെ ചെയ്യും, അങ്ങനെ എങ്ങനെ നടക്കും, ഇങ്ങനെ. ഞാൻ എന്നിട്ട് എഴുന്നേറ്റ് പറഞ്ഞു, ലിസൺ ടു മീ, നാളെ രാവിലെ 7:30 മണിക്ക് ഇത് ഞാൻ പൊക്കും. ഞാൻ അതിൻ്റെ താഴെ നിൽക്കും. ഇത് പൊട്ടി വീഴുകയാണെങ്കിൽ ഇറ്റ് വിൽ ഫോളോ മീ. യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? എന്ന് പറഞ്ഞപ്പോൾ ആ ജനറൽ മാനേജർ എഴുന്നേറ്റ് നിൽക്കും. യെസ്, ഐ ബിലീവ് യു ഡു ഇറ്റ്. പിറ്റേ ദിവസം ഇവരൊക്കെ 9 മണിക്ക് ഓഫീസിൽ വരേണ്ടതിന് മുമ്പ് 7:30 മണിക്ക് ഇതിൻ്റെ ലിഫ്റ്റിംഗ് പ്രോസസ്സ് തുടങ്ങി. 9 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോൾ സംഭവം കഴിഞ്ഞു. ഇത് നോക്കി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് അവരെല്ലാം ഞാൻ ഇന്നും ഈ വഴിക്ക് വരുമ്പോൾ നിന്നിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. വലിയ പ്രവർത്തനമാണ്. അപ്പോൾ ഞാനിപ്പോൾ അവരെ കുറ്റപ്പെടുകയല്ല, അവരുടെ ആ ഇന്റലിജൻസിനും അവരുടെ ബുദ്ധിക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ സാധിക്കും? പക്ഷെ അതുപോലെ ഒരു ടെക്നോളജി ആൻഡ് സ്പിരിച്വോളജി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ, ദൈവത്തിൻ്റെ ശക്തിയും ടെക്നോളജിയും കൂടി മിക്സ് ചെയ്യുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങളാണ് ദൈവം നമ്മളോട് ചെയ്യുന്നത്. അത്ഭുതകരമായ കാര്യം. അതിനെ തുടർന്ന് ഒരുപാട് സ്ഥലത്ത് ഈ ഹൈ ലെവൽ ചിമ്മിനി ഉണ്ടാക്കിയിട്ട് പലരും ചെരിഞ്ഞു പോവുകയാണ്. അതിനെ നേരെയാക്കാൻ എന്നെ വിളിക്കും. ഒരിക്കൽ വിജയവാഡയിൽ ഒരു ചിമ്മിനി ചെരിഞ്ഞു പോയി. ചിമ്മിനി ചെരിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും ചെരിഞ്ഞ. അപ്പൊ അവര് പറഞ്ഞു എന്ത് വേണമെങ്കിൽ തരാം, ഇതൊന്ന് നേരെയാക്കി തരണം. അപ്പൊ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു വാക്ക്, നത്തിങ് ഈസ് ഇംപോസിബിൾ ബട്ട് ഫോർ ഗോഡ്. ഇല്ലേ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും അസാധ്യമല്ല. ഇത് വചനമല്ല, ഇത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വല്ല തത്വമാണ്. എന്ത് തത്വത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്? മനസ്സിലായി? നത്തിങ് ഈസ് ഇംപോസിബിൾ. എനിക്കൊന്നും അറിയില്ല എങ്ങനെ പറ്റും. ഞാൻ പറഞ്ഞു യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. ഗിവ് മീ സം ടൈം. എനിക്ക് 2-3 ദിവസം സമയം തന്നു. ഞാൻ അതിൻ്റെ അകത്തും പുറത്തും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആലോചിച്ചു. ഒരു ദിവസം രാത്രി ഞാനും എൻ്റെ 2 പണിക്കാരും കൂടി ചേർന്ന് ഒരു ഒറ്റമൂലി പ്രയോഗം നടത്തി. ആകെ നോക്കി ഇവരാർക്കും മനസ്സിലാവുന്നത് എങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്.
അവരെല്ലാം ചിന്തിക്കുന്നത് ഇതെങ്ങനെ ഇതിനെ നേരെയാക്കുമെന്നാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ ഇനിയിപ്പോൾ നിങ്ങളോടത് പറഞ്ഞുകൊണ്ട് വിരോധമൊന്നുമില്ലേ? ഞങ്ങൾ എന്ത് ചെയ്തു? അതിനെ ഇരുമ്പിൻ്റെ പൂളെന്ന് പറഞ്ഞാൽ അറിയാലോ, പൂള് മരത്തിന് പൂളും, അങ്ങനത്തെ ഇരുമ്പിൻ്റെ സോളിഡ് വെഡ്ജുണ്ടാക്കി, ശക്തമായ വെഡ്ജുണ്ടാക്കിയിട്ട് ഇതിനെ ഏത് വശത്തേക്കാണ്, ഇതിപ്പം ഇങ്ങോട്ടേ ചെരിഞ്ഞിരുന്നത്, ഇങ്ങനെ ചെരിഞ്ഞിരുന്നത്, ആ വശത്ത് താഴെ ഇതിൻ്റെ ഫൗണ്ടേഷൻ താഴെ വെച്ച് അടിച്ച് ഭയങ്കര വലിയ ഹാമർ വെച്ച് ഭയങ്കരമായിട്ട് അടിച്ച് കൈയുടെ ഓരോന്ന് പോയി അടിച്ചടിച്ച് ഇത്രയും വലിയ ഈ സാധനത്തിന് പതുക്കനെ നിർത്തി കൊടുക്കും. എന്നിട്ട് അവിടെ കോൺക്രീറ്റ് വെച്ച് ഫില്ല് ചെയ്തു, അതിൻ്റെ അകത്ത് ഇരുമ്പിൻ്റെ പാക്കിങ് കൊടുത്തു ഫില്ല് ചെയ്തു. പകൽ നോക്കുമ്പോൾ ആൾക്കൊന്നും പറഞ്ഞത് ഫൗണ്ടേഷനെല്ലാം ഒരു കുഴപ്പമില്ല, സാധനം സ്ട്രെയിറ്റ് ആയി. ഇതൊക്കെ ഭയങ്കര ഐഡിയ. നമ്മൾക്ക് അസാധ്യമായ ഒന്നുമില്ല എന്നുള്ള, ദൈവത്തോട് ചേർന്ന് നമുക്ക് അസാധ്യമായ ഒന്നുമില്ല. എനിക്ക് ആരെങ്കിലും പറയണത് ഇമ്പോസിബിൾ എന്ന് പറയണം കേട്ടാൽ ഞാൻ ഉടനെ പറഞ്ഞു വാട്ട് ഈസ് ഇമ്പോസിബിൾ, വാട്ട് ഈസ് ദ പ്രോബ്ലം. ഉടനെ അതിനൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു ജീവിത തത്വമായിരിക്കണം ഇത്. എന്ത്? we can do greater things. മദർ തെരേസയിൽ നിന്നാണ് ഇത് കൂടുതൽ ശക്തമായി. ഇതെന്നും മദർ ഇത് തന്നെയല്ലേ പറയുന്നത്. ഏത് പ്രസംഗം നോക്കിക്കോ, 2-3 കാര്യം പറയും. ബി ഹോളി ആസ് ഐ ആം ഹോളി. ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മൾ പരിശുദ്ധരാകുക. 2, greater things. We are called to do greater things. അപ്പൊ ഈ വളർച്ചാധ്യാനം, ആത്മീയ വളർച്ച എന്ന് പറയുന്നതിലൊക്കെ ഒരു സ്ഥായി ഘടകമില്ല. നമ്മൾ ഈ ട്രപ്പീസിൽ തൂങ്ങിക്കിടക്കാണ്. നമ്മൾ സർക്കസ് കണ്ടിട്ടില്ലേ? ഈ സർക്കസിലെ ട്രപ്പീസ് കളിക്കാരി പെണ്ണ് ആ ബാറിലിട്ട് ഒറ്റ ചാട്ടമാണ് അങ്ങോട്ടേക്ക്. അവിടെ നമ്മൾ ചിന്തിക്കണില്ല, പിടികിട്ടില്ലെങ്കിലോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അതാണ് വളർച്ച. അതാ ഈശോ പറഞ്ഞു, ഞാൻ ചെയ്തതും ഈ ട്രപ്പീസിൽ കിടന്ന് പോകും നിങ്ങൾ, അതിനേക്കാൾ വലിയ ട്രപ്പീസിലേക്ക് നിങ്ങൾ. ഞാൻ ചെയ്ത പ്രവൃത്തിയും അതിനേക്കാൾ വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ രക്ഷാകര സംഭവം തന്നെയാണ്. ഞാൻ ലോകത്തിൽ ഈ 33 വർഷത്തെ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഈ പദ്ധതി ചെയ്യാൻ പറ്റില്ല. ഏത് പദ്ധതി? ലോകത്തെ രക്ഷിക്കുക എന്ന പദ്ധതി ഈ 33 വർഷ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴാണ് ഇത് സാധിക്കുക? ഇത് യേശുവിൻ്റെ രക്ഷാകര സഹനവും പുനരുത്ഥാനവും കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ. മനസ്സിലായി? ഇതാണ് ക്രോണോസ് ആൻഡ് കൈറോസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ചില കാര്യം കൈറോസ് കഴിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ ഒരു സംശയം പലർക്കും ഉണ്ടാകാറുണ്ട്, ഇത് കുറച്ചു പേർക്ക് മാറ്റി മാത്രമാണ്. അല്ല, ഇത് ഓരോ വിശ്വാസികൾക്കും. അപ്പോൾ അതിൻ്റെ ഉൾക്കാഴ്ചയാണ് മാമോദീസയിലൂടെ you become another Christ എന്ന് പൗലോസ് പറയുന്നത്. Oh, you have been baptized into Christ, have put on Christ. യേശുക്രിസ്തുവിൽ ആയിട്ട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ച നിങ്ങൾ എല്ലാവരും അവനെ ധരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈശോ പറയുകയാണ്, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും. എന്താ? ഞാൻ പിതാവിൻ്റെ അടുത്ത് പോയിട്ട് എന്താ ചെയ്യാൻ? അപ്പൊ നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ച ഒരു ആശയമാണ് ജീസസ് ഈസ് പ്രേയിങ്. യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സ്വയം പ്രേരിതമായ അല്ലെങ്കിൽ സ്വയമായ ഒരു ചിന്ത, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഐ ഹാവ് ടു ഡു ഇറ്റ്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു പ്രേരണയിലാണെങ്കിൽ
അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. Stay with me while I pray. അപ്പോൾ യേശു പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു തത്വം, ഒരു വലിയ രഹസ്യം നമ്മൾ ഉൾക്കൊള്ളണം. It's not I who is praying, but Jesus is praying for me. ഞാൻ കൂടെ ഇരുന്നാൽ മതി. കൂടെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയിലൂടെ ഒഴുകുന്ന ശക്തി നമ്മിലേക്ക് നൽകുന്നു. എനിക്ക് ഒറ്റയ്ക്ക് വേണ്ടിയാണോ? ഇല്ല, ഇത് എന്നിലൂടെ ലോകം മുഴുവനിലേക്ക് കൊടുക്കുന്നു. ഇനി ഒന്ന് ആലോചിച്ചു, ഇപ്പൊ ഞാൻ ചെയ്ത പ്രവൃത്തിയും അതിനെ വലുത് ചെയ്യാൻ പറ്റുമോ? കാരണം ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയും ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി നിന്നെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഞാൻ വെറുതെ ഇരിക്കുകയല്ല, ഞാൻ പിതാവിന്റെ വലത് ഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവിടെ ഈശോ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുകയും, എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാവരും കരം ഉയർത്തി, എപ്പോഴും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ. ഇപ്പൊ നമ്മൾ ചിന്തിച്ചു വന്ന ആ യോഹന്നാന്റെ 14-ാം അധ്യായത്തിന്റെ ഒരു മനോഹരമായ ഓവർവ്യൂ, ഒരു വീക്ഷണത്തിൽ 5 ഘടകങ്ങൾ, 5 ഭാഗമായിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ്, I am the way and the life. ഞാൻ യേശുവിനെ കുറിച്ച്. പിന്നെ യേശു പറയുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അതായത് 7 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ പിതാവിനെ കുറിച്ച്. 14 കഴിഞ്ഞ് 15 മുതൽ 19, 20, 21, 22 വരെയുള്ള ഭാഗങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പിന്നെ ത്രിത്വത്തെ കുറിച്ച്. പിന്നെ ത്രിത്വവും നമ്മളുമായിട്ടുള്ള ജീവിതത്തെ കുറിച്ച്, ത്രിത്വാത്മക ജീവിതം. അപ്പൊ പിതാവിനെ കുറിച്ച് ഈശോ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്, ഞാൻ എന്നെ കാണുന്നവൻ പിതാവിനെ കാണും. അപ്പോ ഇത്രയും ഇതിലൂടെ ഈശോ നമ്മൾക്ക് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാണ്. ഞാനും പിതാവും നിന്നിൽ വസിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഞാൻ പിതാവിനോട് ആദ്യം പ്രാർത്ഥിക്കുന്നത് എന്താ? നിന്നോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായം. അവിടെ തന്നെ ഒരു പോയിന്റാണ്. മറ്റൊരു എന്ന് പറയുമ്പോൾ എന്തിനാ മറ്റൊരു എന്ന് പറയുന്നത്? ഞാൻ മറ്റൊരു സർവന്റിനെ കൂടി അയക്കാം എന്ന് പറഞ്ഞാൽ there is somebody already ഇല്ലേ? ഞാൻ മറ്റൊരു അഡ്വക്കേറ്റിനെ അയക്കാം, ഞാൻ മറ്റൊരു സഹായകനെ അയക്കാം എന്ന് പറയുമ്പോൾ already there is somebody. ഒരാൾ ഓൾറെഡി ഉണ്ട്. അതാരാണ്? ഈശോ തന്നെയാണ്. ഈശോ തന്നെ നമ്മളെ നേടിയെടുത്ത് നമുക്ക് വേണ്ടി രക്തം കൊടുത്ത് മുറിവേറ്റ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് ഈശോ നമ്മളെ വിടാൻ പറ്റുമോ? എത്ര വലിയ പാപിയാണെങ്കിലും നമ്മളെ വിടാൻ പറ്റില്ല. എന്തെല്ലാം നിഷേധം നമ്മൾ ചെയ്താലും നമ്മളെ വിടാൻ പറ്റില്ല. അതാണ് ആ കരുണയുടെ അനന്തത എന്ന് പറയുന്നത്. ആ യേശു അടുത്തപടി ചെയ്യുന്നതാണ്, എപ്പോഴും നിങ്ങളോട് കൂടി ആയിരിക്കാൻ മറ്റൊരു സഹായം. അതാണ് ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞാൽ എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും നമ്മോട് കൂടെ വസിക്കാൻ ആ സഹായകന്റെ കാര്യമാണ് ഈശോ പറയുന്നത്. ഈശോ പറയുകയാണ്, സത്യത്തിന്റെ ആത്മാവ്. ഈ ആത്മാവിനെ കുറിച്ചാണ് പിന്നെ പല സ്ഥലങ്ങളിൽ പറയുന്നത്. ആ ആത്മാവ് എന്ത് ചെയ്യും? ഞാൻ എന്നെ അനാഥനായി വിടുകയില്ല. പിന്നെ പറയുകയാണ്, അപ്പോൾ ആരൊക്കെ? യേശു, പിതാവ്, പരിശുദ്ധാത്മാവ്. ഇനി പറയാൻ പോകുന്നത് ഈ ത്രിത്വത്തിന്റെ പ്രവർത്തനമാണ്. 14-ാം അധ്യായത്തിന്റെ അടുത്ത പഠിക്കും. ആ ത്രിത്വം
20-ാമത്തെ വചനം വായിക്കാം. 20-ാമത്തെ വചനം 14-20. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. ഒന്നെല്ലാവരും ശ്രദ്ധയോടെ സാവധാനം വായിച്ച്. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. ഏത് ദിവസം? ഈ ഞാനും പിതാവും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളിൽ സ്ഥാപിതമായിരിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്, ദിസ് ഈസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ടൈം. ഇതാ സമയം പൂർത്തിയായിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നെല്ലാം പറയുന്നത് ഇവിടെയാണ്. എന്നിട്ട് അതിൻ്റെ വലിയൊരു രഹസ്യമാണ് അവിടെ. പെട്ടെന്ന് അത് മനസ്സിലാവില്ല. പണ്ട് ആദ്യത്തെ ധ്യാനങ്ങളിൽ ഞാൻ ഒരു ഡ്രാമയായിട്ട് 3 ആളെ നിർത്തിയിട്ട് കാണിച്ചു തരുമായിരുന്നു. എന്താണ് അവിടെ? ഞാൻ പിതാവ്. ഒന്നുകൂടി വായിച്ചത്. ഞാൻ എൻ്റെ പിതാവിലും. ഇവിടെ തന്നെ ഈശോയും പിതാവും ഒന്നാകുമ്പോൾ ആ ഒന്നാകുന്നതിൽ ആരുണ്ട് അവിടെ? പരിശുദ്ധാത്മാവുണ്ട് അവിടെ, ഇല്ലേ? അതാണ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഞാൻ എൻ്റെ പിതാവിലും എന്ന് പറയുമ്പോൾ തന്നെ അവർ 2 പേരല്ല, അവിടെ 3 പേര്. ഇത്ര മനസ്സിലാക്കിയാൽ ഇപ്പം എല്ലാം കിട്ടും. ഞാൻ എൻ്റെ പിതാവിലും എന്ന് പറയുമ്പോൾ അത് അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ആയിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ എൻ്റെ പിതാവിൽ. ക്ലിയർ? ഇനി അടുത്ത വായിച്ച്. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും. ഇനി പറയുന്ന ഞാൻ എന്ന് പറയുന്നത് യേശു ഒറ്റയ്ക്കല്ല, ത്രിത്വൈക ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എൻ്റെ പിതാവിലും എന്നായി കഴിയുമ്പോൾ അവിടെ പിന്നെ എന്തായി? ആരായി? പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രകടമായ അനുഭവമായി. ആ പരിശുദ്ധ ത്രിത്വമായ ഞാൻ നിങ്ങളിലും നിങ്ങളെനിലും നിങ്ങൾ എന്നിലും. കണ്ടോ? നമ്മൾ ഓരോരുത്തരിലും ത്രിത്വത്തിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ഒരു ഇന്റർട്വിങ്കിളിംഗ് എഫക്റ്റാണ്. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും. അതാണ് ട്രിനിറ്റേറിയൻ മിസ്റ്ററി. നമ്മൾ വിചാരിക്കും, ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമ്മൾ പോവുകയാണ്. നമ്മൾ ഭയഭക്തിയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അപ്പൊ നമ്മളുടെ എല്ലാം വിചാരം നമ്മൾ ഈശോയെ സ്വീകരിച്ചു അല്ലേ? നമ്മൾ ഈശോയെ സ്വീകരിച്ചു. നമ്മൾ അപ്പോ മാറ്റേ പാടുണ്ടെന്ന് വിചാരിച്ച് നോക്കിയ ഈശോ നമ്മളെ സ്വീകരിച്ചോ? ഈശോ നമ്മളെ സ്വീകരിച്ചോ? ആക്ച്വലി ഇതാ സംഭവിക്കുന്നത്. അവിടെ നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ പോകുന്നത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എന്താ അതിനേക്കാൾ സുപ്രധാനമായ കാര്യം? ഈശോ നമ്മളെ സ്വീകരിക്കുക എന്നുള്ളതിനാണ്. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നതാണ് നമ്മൾ അധികം ചിന്തിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ വലുതായിട്ട് ഇനി നമുക്ക് ചിന്തിച്ചു നോക്കി, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ എന്ത് സംഭവിച്ചു? ഈശോ നമ്മെ സ്വീകരിച്ചു. ഇത് തന്നെയാണ് ത്രിത്വത്തിൽ. അതാണ് ഈശോ പറയുന്നത്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും. ഇവിടെ ആണ് ഈ ജോൺ 14 സെൻട്രൽ മിസ്റ്ററി. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഈശോ പറഞ്ഞു ഞാനാണ് വഴി. അതൊക്കെ ഈ പോയിന്റിന് വേണ്ടിയാണ്. എവിടേക്കുള്ള വഴി? ഈ പോയിന്റിലേക്കുള്ള വഴി.
ഞാനും പിതാവും ഒന്നാണ്. അത് കേട്ടിട്ട് ഈ വലിയ കാര്യം ചെയ്യും, ഞാൻ പരിശുദ്ധാത്മാവിനെ തരും. ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ഒരു യൂണിയന് വേണ്ടിയാണ്, ഈ ദൈവരാജ്യ സംസ്ഥാപിതമാവുന്ന ഈ അവസ്ഥയ്ക്ക് വേണ്ടിയാണ്. ഇതിനു വേണ്ടിയാണ് പിന്നീട് ഈശോ തുടർച്ചയായി എല്ലാം പ്രാർത്ഥിക്കുന്നത്. ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? ഇതാണ്, നമ്മൾ എങ്ങനെ ഒന്നായിരിക്കുന്നുവോ അതുപോലെ ഇവർ നമ്മളുമായിട്ട് ഒന്നാകേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സെയിം സംഭവത്തിന് വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ. നമ്മൾ എങ്ങനെ ഒന്നായിരിക്കുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആകുന്ന ആ ത്രിത്വത്തിന്റെ ഒന്നാകൽ പോലെ ഇവരും നമ്മളുമായിട്ടൊന്നാകും. അപ്പൊ ഈശോയുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കും. അപ്പോ ഇനി വീണ്ടും ആ ത്രിത്വത്തിന്റെ പ്രവർത്തനത്തിന്റെ വേറൊരു മാനം ആണ് 21-ാമത്തെ വചനം. അവിടെ എല്ലാം സെയിമാണ്. 20, 21, 23 ഈ 3 വചനങ്ങളും ത്രിത്വത്തിന്റെ നമ്മളിലുള്ള സംസ്ഥാപനമായ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ത്രിത്വൈക ദൈവം നമ്മളിൽ എങ്ങനെ സംസ്ഥാപിതമാകുന്നു എന്ന് വായിച്ച 21. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിക്കുന്നു. എന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. ഇവിടെ ഏത് കൽപ്പനയെ കുറിച്ചാണ് അവിടെ ഈശോ പറയുന്നത്? ഇപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പുള്ള അധ്യായത്തിലാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ഈശോ തന്റെ ജീവരക്തം നമുക്കായി നൽകുകയും ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ സ്ഥാപിച്ച മറ്റൊരു ചരിത്ര സംഭവമാണ്, ഞാൻ ഇതാ മറ്റൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. അതാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമം. ഇതാ പഴയ നിയമം പോലെയല്ല. ഇവിടെ ഒരേ ഒരു നിയമമേ ഉള്ളൂ. എന്താണ് ആ നിയമം? ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. ഈ നിയമത്തിൽ മറ്റെല്ലാ നിയമങ്ങളും കൂടിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവനീതിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ദൈവനീതിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിന്റെ രഹസ്യം മനസ്സിലാക്കുക. ഇതാണ് ഈശോ മത്തായിയുടെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ പ്രഘോഷിച്ചത്. പല്ലിന് പകരം പല്ല് എന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് പഴയ നിയമം ഇല്ലേ? എന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ അയൽക്കാരെ സ്നേഹിക്കണം, ശത്രുക്കളെ വെറുക്കണം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക. അപ്പൊ ഈ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അതാണ് പുതിയ നിയമത്തിന്റെ പ്രധാന തത്വം. എന്നാൽ ഇതെങ്ങനെ സാധിക്കും എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് പലതും നമുക്കറിയാം, അങ്ങനെ ചെയ്യണം, പക്ഷെ പറ്റത്തില്ല. നമ്മുടെ തന്നെ ഇത്രയും 2000 വർഷമായ വിശ്വാസമുള്ള നമ്മുടെ പാരമ്പര്യ ക്രിസ്ത്യാനികൾ തന്നെ 40 വർഷമായിട്ട് സ്വന്തം സഹോദരനോട് സംസാരിക്കാതിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഇടവകയിലുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും കാര്യം യേശുക്രിസ്തു തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പുതിയ നിയമത്തെ സംസ്ഥാപിതമാക്കിയെന്ന് നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ അനുഭവത്തിലേക്ക് വരുന്നില്ല. ഈ നോട്ട് പിടിച്ചേക്കാൻ എന്താണെന്ന് ആലോചിക്കാം. ഇത് 500 രൂപയുടെ നോട്ടാണ്. ഇത് വാസ്തവത്തിൽ ഒരു കഷ്ണം കാണാൻ സാധിക്കും അല്ലേ? ഇതിന് ഈ 500 രൂപ വില എങ്ങനെ വന്നു?
how this has a value of 500 rupees. എന്താണ് ഒരുത്തരം by the virtue of approval of Reserve Bank Governor. റിസർവ് ബാങ്ക് ഗവർണർ ഇത് അപ്രൂവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ചുറ്റം. ഇനി അതിന് ഉത്തരം it is a promissory note. Okay. വേറെ എന്തെങ്കിലും ഉത്തരം? വാല്യൂ ബാക്കപ്പ്. അതെവിടെയാ ബാക്കപ്പ്? അത് ശരിക്കും പറഞ്ഞേ that's the point. റിസർവ് ബാങ്ക് ഗവർണർ ഇതിന് സൈൻ ചെയ്തത് കൊണ്ടോ റിസർവ് ബാങ്ക് ഗവർണർ അപ്രൂവ് ആക്കിയതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഗവർണർ ഇത് അപ്രൂവ് ആക്കുന്നത്? ഇതിൻ്റെ ഒറിജിനൽ വാല്യൂ ഗോൾഡിൽ അവിടെ ഡെപ്പോസിറ്റ് ഉള്ളതുകൊണ്ട്. That's what you mean, അല്ലേ? ഇപ്പോൾ റിസർവ് ബാങ്കിലെ ഗവർണർ 500 രൂപയുടെ 1 മില്യൺ നോട്ട് ഇറക്കണം എന്ന് തീരുമാനിച്ച് എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇത് അപ്രൂവ് ചെയ്യണമെങ്കിൽ 500 മില്യൺ റുപ്പീസ് വാല്യൂ ഉള്ള ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടാകും. ഗോൾഡ് ഡെപ്പോസിറ്റ്. ഇതൊരു പുതിയ അറിവാണ്. ആ വാല്യൂ അവിടെ ഡെപ്പോസിറ്റ് ഉള്ളതിൻ്റെ പേരിലാണ് ഇത് ഇന്ന് കൈമാറുമ്പോൾ വാല്യൂ കൈമാറ്റപ്പെടുന്നത്. മനസ്സിലായി? ഇപ്പൊ നിങ്ങളുടെ ബാങ്കിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ വരെ ചെക്ക് കൊടുക്കാൻ പറ്റും? 1 ലക്ഷം രൂപ വരെ ചെക്ക് കൊടുക്കാൻ പറ്റും, അല്ലേ? എനിക്ക് 50,000 രൂപ, വേറെ ആൾക്ക് 50,000 രൂപ കൊടുത്തു, ചെക്ക് കൊടുത്തു. ഇതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. കാരണം ബാങ്കിൽ അടിസ്ഥാന വിഷയം അത് വേറെ കാര്യം. നിയമപരമായിട്ടുള്ള കാര്യമാണ്. നിയമപരമായിട്ട് ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്നത് അതിൻ്റെ ഒറിജിനൽ വാല്യൂ അവിടെ ഡെപ്പോസിറ്റ് ഉള്ളതുകൊണ്ടാണ്. ഇനി ഈ പ്രിൻസിപ്പിളാണ് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം. ഈശോ പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കാനല്ല പറയുന്നത്. ഞാൻ കുരിശിൽ ഒരു സ്നേഹത്തിന്റെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അനന്തമായ സ്നേഹം. എല്ലാവരും ശത്രുത പുലർത്തിയിട്ടും എന്നെ അടിച്ചു കൊന്നിട്ടും ഞാൻ അവരെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ ഒരു റിസർവ് ബാങ്ക് ഡെപ്പോസിറ്റ്, ഒരു റിസർവ്ഡ് ഡെപ്പോസിറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ എടുത്ത് ലാഭം കൊടുക്കുകയും. ഇപ്പൊ എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ? എപ്പോ തോന്നുന്നുണ്ടോ? അതാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ആ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിലൂടെ ഇതിന്റെ ഒരു എക്കണോമൈസിംഗ് ആണ് നടത്തിയത്. ഞാൻ ഇതാ എൻ്റെ ജീവൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങളിലേക്ക് ഒഴുകിയാൽ ആ ദിവ്യകാരുണ്യം നിങ്ങളിലേക്ക് ഒഴുകുകയാണ്. അത് ഞാൻ ഫ്രീ ആയിട്ടാണ് ഞാൻ തരുന്നത്. പക്ഷെ അത് ഫ്രീ അല്ല. അത് സമ്പാദിച്ചത് ഫ്രീ ആയിട്ട് സമ്പാദിച്ചതല്ല. It was gained at a cost of my life. എൻ്റെ ജീവൻ എത്ര കൊടുത്തിട്ടാണ് കോസ്റ്റ്? അതിൻ്റെ വാല്യൂ, ആ വാല്യൂ ഈസ് എറ്റേണൽ. അത് അനന്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും അതിൽ നിന്ന് എടുത്താലും അതിൻ്റെ വാല്യൂ കുറയുന്നില്ല. നമ്മളിപ്പോൾ ഈ 500 രൂപ ഞാൻ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആ വാല്യൂ കൈമാറ്റപ്പെടുന്നത് അതിൻ്റെ ഒറിജിനൽ ഡെപ്പോസിറ്റ് അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്.
നിങ്ങൾക്ക് പുതിയ ഒരു നിയമം തരും. എന്താ നിയമം? ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ നിന്നെ സ്നേഹിച്ചെങ്കിൽ നീ എന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്, അല്ലേ? ഞാൻ നിന്നെ സ്നേഹിക്കുമെങ്കിൽ നീ എന്നെ സ്നേഹിക്കണം. ഇതാണ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ. കണ്ടോ, ഞാൻ അവന് വേണ്ടി എന്തെല്ലാം ചെയ്തു. സോ വി എക്സ്പെക്ട് ദാറ്റ് പേഴ്സൺ ആൾസോ ഡു ദാറ്റ് ഫോർ മീ. ഞാൻ ഒരാളെ സ്നേഹിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ആ വ്യക്തി എന്നെ സ്നേഹിക്കണമെന്നാണ്. പക്ഷെ ഇവിടെ ഈശോ നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്നില്ല. നിങ്ങളെന്നെ സ്നേഹിക്കാണ്ട് തന്നെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിച്ചാൽ മതി. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയാണെങ്കിൽ അത് എന്നെ സ്നേഹിക്കുന്നതിന് തുല്യമാവും. അപ്പൊ നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ പ്രൂഫ് എന്താ? എങ്ങനെ നമുക്ക് ഒരു ഹൃദയത്തിന് ശക്തമായിട്ട് പറയാൻ പറ്റും ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന്? എൻ്റെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നത് നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയാം ശരിയാണ്. വാസ്തവത്തിൽ ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ സമുദായത്തിൻ്റെ ഒരു മാനദണ്ഡമല്ല. ക്രിസ്മസിന് നമ്മുടെ അടുത്ത വീട്ടിൽ അവർ ദിവാളിക്ക് ഓണത്തിനൊക്കെ നമുക്ക് പലഹാരം കൊണ്ടുവന്ന, അതുകൊണ്ട് നമ്മൾ ക്രിസ്മസിന് അവിടേക്ക് പലഹാരം കൊടുത്തു വേണമല്ലോ. കാരണം അവർ ഓണത്തിനും ദീപാവലിക്കും ഒക്കെ നമ്മുടെ വീട്ടിൽ പലഹാരം കൊണ്ടുവന്നു. അതിൻ്റെ പേരിൽ അവിടെ കൊടുക്കാതിരിക്കരുത്. മറ്റൊരു വീട്ടിലെ കല്യാണത്തിന് പോകട്ടോ, അവർ നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് വന്നതാണ്. നമ്മുടെ കൊച്ചിനെ മാമോദീസയ്ക്ക് അവർ വള തന്നതാണ്. അതുകൊണ്ട് അവർക്ക് ഒരു വളം നമ്മൾ കൊടുക്കണം. സത്യം ഒന്ന് ചിന്തിച്ച് നോക്കി, ഇത് വിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇത് വിട്ട്, ഈ ഒരു തത്വം വിട്ട് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുണ്ടോ? ഇത് ദൈവനീതി അല്ല. ദൈവനീതി എന്ന് പറയുന്നത് ഇതിനപ്പുറമുള്ള ഒന്നാണ്. അതുകൊണ്ട് ഈശോ ആദ്യം തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് വലിയ കാര്യമാണ് ചെയ്യുന്നത്. ഇത് എനിക്ക് ഞാനൊരു 2-3 ദിവസം ഇതിനെപ്പറ്റി മാത്രം ചിന്തിച്ച് ധ്യാനിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു വലിയ ശക്തി. ഇതിൻ്റെ അടുത്ത ഭാഗം പറഞ്ഞപ്പോഴാണ് വിജാതിയരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ആരാ? നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ. മറിച്ച് എന്തുകൊണ്ടാണ് വിജാതിയരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്ന അർത്ഥം? വിജാതിയെ സംബന്ധിച്ച് ക്രിസ്തുവിനെ അറിയുന്നില്ല എന്നർത്ഥം, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പോലും സജീവമായിട്ടില്ലെന്നർത്ഥം, ഇല്ലേ? അതായത് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ ക്രിസ്തുവിന്റെ സഹായം ആവശ്യമില്ല. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമില്ല. ഞാൻ ഒരുപടി കൂടി കൂട്ടി പറയുകയാണെങ്കിൽ ഇത്തിരി മോശമായ ഒരു കാര്യമാണ്, എന്നാലും ഞാൻ അതിനെ പറയാം, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പട്ടികൾ വൈകുന്നേരം ആവും പട്ടികളെ അയച്ചു. എന്തിനാ? ശത്രുക്കളോ സ്നേഹിക്കാൻ വേണ്ടിയല്ലേ? എന്തിനാണ് പട്ടിയെ അയച്ചു വിടുന്നത്? എന്തിനാ പട്ടിയെ വളർത്തുന്നത്? പട്ടിയെ വളർത്തുന്നത് എന്തിനാ? അയൽക്കാരോടുള്ള സ്നേഹം കൊണ്ടല്ലേ, ശത്രുക്കളോടുള്ള സ്നേഹം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, ഈ പട്ടിക്കുള്ള ഒരു പ്രത്യേകത, സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കാൻ അതിന് കഴിയും. അതിന് ചോറ് കൊടുക്കണ യജമാനൻ വരുമ്പോൾ ഉടനെ വാലാട്ടി
നാക്ക് നീട്ടി ഭയങ്കര സ്നേഹമാക്കില്ലേ. ആ വീട്ടിലുള്ള ആളുകളെല്ലാം പട്ടിക്ക് നല്ല സ്നേഹമാണ്, തൊടൂല പട്ടി. പക്ഷെ വേറൊരാളുടെ ഒച്ച കേട്ടാൽ പട്ടിക്ക് ഇരിക്കാൻ പറ്റില്ല. പട്ടിക്ക് ഇരിക്കാൻ പറ്റില്ല. പട്ടി ഉടനെ ഭയങ്കര ശബ്ദം ഉണ്ടാകും. അത് പട്ടിയുടെ ഒരു നേച്ചറാണ്. കാരണം പട്ടിക്ക് സാധാരണഗതിയിൽ ശത്രുക്കളെ സ്നേഹിക്കാനുള്ള കഴിവില്ല. ഈ ഒരു ഫിനോമിനയെ നമ്മൾ ഉപയോഗിക്കുകയാണ്. എന്തിലൂടെ? പട്ടിയെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുകയാണ്. എന്താ? ഏത് ശത്രു വന്നാലും ഉടനെ പട്ടി അടങ്ങിയിരിക്കില്ല.